ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീട്രൂട്ട് മസാലയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വളരെ ചെറിയൊരു വീഡിയോ ആണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മസാലക്കറിയാണിത്. ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ വളരെ ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയ തന്നെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു 2 ഉരുളൻകിഴങ്ങ് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. 2 വലിയ ബീട്രൂട്ടും കൂടി സെയിം അതുപോലെ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു സവാളയാണ്. വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സ്ക്വയറാക്കി തന്നെ ചെറുതാക്കി കട്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത് 3 കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടി അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ അടിച്ചെടുക്കണം. 3 വിസിൽ അടിച്ചാൽ മാത്രമേ ശരിക്കും നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3 വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കറി താളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണിത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അതുമാത്രമല്ല വളരെ ഹെൽത്തിയും കൂടിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണിത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വളരെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.